ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന വീണ്ടും പെന്തക്കോസ്ത ഒരുക്ക അഭിഷേക ശുശ്രൂഷയ്ക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അഭിഷേകം കൊണ്ട് ജ്വലിപ്പിക്കുകയാണ്. വെറും സാധാരണ മനുഷ്യർ ദൈവകരങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തുന്നു. അവരിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ സമൂഹത്തിലേക്ക് പകരപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി വചനം നൽകി നമ്മളെ ഒരുക്കുന്നത് കേരളത്തിലും പുറത്തും ശക്തമായിട്ട് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സാബു അറുതൊട്ടിപ്പതറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഈശോയുടെ വചനം നമുക്ക് സ്വീകരിക്കാം. വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ ഹൃദയത്തിൽ ദാഹിക്കുന്നു. ആത്മദാഹത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം അങ്ങയുടെ ആത്മാവിനെയാണ്, ആത്മാവിൻ്റെ അഭിഷേകത്തെയാണ്. ഈ പെന്തക്കുസ്തായുടെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കാത്തിരുന്ന് അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് പുതിയൊരു അഭിഷേകം വേണം, ഞങ്ങൾക്ക് പുതിയ കൃപാവരങ്ങൾ വേണം, പുതിയ ദൈവശക്തിയുടെ നിറവ് വേണം. ലോകരാജ്യത്തെ, സാത്താൻ്റെ രാജ്യത്തെ ഇളക്കി മറിക്കുന്ന, തകിടം മറിക്കുന്ന ഒരു ദൈവശക്തിയുടെ അഭിഷേകം ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. പുത്തൻ കൃപാവരങ്ങളാൽ ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ. ദൈവമേ, അങ്ങ് പ്രവാചകന്മാർക്ക് കൊടുത്ത അതേ അഭിഷേകം, അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അതേ അഭിഷേകം, ഞങ്ങളുടെ വിശുദ്ധാത്മാക്കൾ കൊടുത്ത അതേ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭയിൽ പുതിയ ഒരു ഉണർവിൻ്റെ അഭിഷേകം, ദൈവശക്തിയുടെ അഭിഷേകം അങ്ങ് തുറക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ ഹൃദയം നുറുകി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുട്ടോളമല്ല, അരിയോളമല്ല, നീന്തി തുടിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകത്തിലേക്ക് ദൈവാത്മാവെ ഞങ്ങളെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇഷ്ടപ്രകാരമുള്ളതാണ്. അത് പിൻവലിക്കപ്പെടുന്നതല്ല. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്താൽ, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്താൽ, വിളിച്ചാൽ, അത് ദൈവം വിളിച്ച് വേർതിരിച്ച് ആ വ്യക്തിയെ മാറ്റുകയാണ്. ആ വ്യക്തി എത്രമാത്രം
വില കൊടുക്കുന്നോ അതനുസരിച്ച് ആത്മാവിൻ്റെ അഭിഷേകവും കൃപാവരങ്ങളും എല്ലാം കൊടുത്താണ് ദൈവാത്മാവ് നയിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്ത് ദൈവജനത്തെ നയിക്കുവാൻ നിയോഗിച്ചു. അവർ ദൈവജനത്തെ നയിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ വലിയ യോഗ്യതയിൽ എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ ആത്മാവിനെ വർഷിക്കുകയാണ്. എല്ലാവർക്കും ആത്മാവിനെ അവിടുന്ന് കൊടുക്കുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്ത അതിശക്തനായ പ്രവാചകനായിരുന്നു മോശ. മോശയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അദ്ദേഹത്തിന് വളരെ കുറവുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു വിക്കനായിരുന്നു, സംസാരത്തിന്റെ വലിയ തടസ്സമുള്ള വ്യക്തി. ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന് മണ്ണിനടിയിൽ താത്തിരുന്നു ഇസ്രായേൽക്കാരനെ പീഡിപ്പിച്ച ഒരു ഈജിപ്തുകാരനെ. അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തില് കുറവുകള് ബലഹീനതകള് ഒക്കെയുള്ള വ്യക്തിയാ ഈ മോശ. പക്ഷെ ദൈവം കുറവുള്ളവരെ തെരഞ്ഞെടുക്കുകയാ. നിറവുള്ളവനായ ദൈവം, എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവം ചില വ്യക്തികളെ, കുറവുള്ളവരെ, ബലഹീനതയുള്ളവരെ തെരഞ്ഞെടുത്തിട്ട് തൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി ശക്തമായ ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ നിറവ്, ദൈവശക്തി അവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ, അടിമത്തത്തിൽ കഴിഞ്ഞ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് കുറവുള്ള മോശയെ തന്നെ ആയിരുന്നു. കുറവുള്ള മോശയെ വലിയൊരു അഭിഷേകം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി മോശയുടെ കരങ്ങളിലൂടെ ദൈവം വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഈ കാലഘട്ടത്തിലും ദൈവം അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തനിക്ക് ഇഷ്ടമുള്ളവരെ അഭിഷേകം ചെയ്യുന്നു. ഇഷ്ടമുള്ള വിധത്തിൽ ആത്മാവ് ശക്തമായിട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. മോശയെ തെരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി നയിച്ച അതേ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ദൈവം എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തു വഴി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ വാഗ്ദാനമായ ആത്മാവിനെ പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ടാവണം. എനിക്ക് ആത്മാവിനെ വേണം, ആത്മാവിൻ്റെ അഭിഷേകം വേണം, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ വേണം, ആത്മാവിൻ്റെ ശക്തി വേണം. ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. ആഗ്രഹമുള്ളവര് ഇരുന്ന് പ്രാർത്ഥിക്കണം ആത്മാഭിഷേകം പ്രാപിക്കുവാൻ. സെഹിയോൻ മാളികയിൽ ശിഷ്യ സമൂഹം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. സമൂഹങ്ങളായി, കൂട്ടായ്മകളായി, പ്രാർത്ഥനാ ഗ്രൂപ്പുകളായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ആത്മാവിൻ്റെ അഭിഷേകം ദൈവം നമ്മുടെ മേല് പകരുകയാണ്. ആത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം, ഒരു തീവ്രമായ ഒരു ദാഹം നമ്മുടെ ഉള്ളില് ജ്വലിക്കേണ്ടിയിരിക്കുന്നു. മോശയെ ശക്തിപ്പെടുത്തിയ ദൈവം മോശയോട് കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ ജനത്തെ നയിക്കുമ്പോൾ മുൻപിലും പിൻപിലും അവിടുന്ന് കാവലായിട്ടുണ്ടായിരുന്നു. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ആത്മാവിൻ്റെ സാന്നിധ്യത്തോടെ ദൈവം മോശയെ, ഇസ്രായേൽ ജനത്തെ നയിച്ചു. ഹല്ലേലൂയ. ജനത്തെ ഒത്തിരിയേറെ നയിച്ച് മനസ്സൊക്കെ മടുത്ത് ജനത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഒത്തിരി മനസ്സിൽ ആകുലപ്പെട്ട മോശ ഒരിക്കൽ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഈ ജനത്തെ നയിച്ച് ഞാൻ മടുത്തു. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ സംഭവം വായിക്കുന്നത് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. ജനം മോശക്കെതിരെ ദൈവത്തിനെതിരെ പിറുപിറുത്തു. ദൈവം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മോശയോട് പറയാണ്,
സമാഗമ കൂടാരത്തിന് ചുറ്റും 70 പേരെ തെരഞ്ഞെടുത്തു നിർത്തുക. തളരുമ്പോഴൊക്കെ മോശയെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും മോശയ്ക്ക് വഴികാട്ടിയായി ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ആ ഇസ്രായേൽ സമൂഹം പലപ്പോഴും ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഒത്തിരിയേറെ മടുത്തു കഴിഞ്ഞപ്പോൾ പ്രവാചകനായ മോശ ദൈവത്തോട് പറയുക, ദൈവമേ, ഈ ജനത്തെ ഒറ്റയ്ക്ക് നയിച്ച് ഞാൻ മടുത്തു. ദൈവം പറഞ്ഞു, സമൂഹത്തിൽ നിന്ന് 70 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കുക. ദൈവിക ജ്ഞാനമുള്ള, വിവേകമുള്ള, അറിവുള്ള, ജനത്തെ നയിക്കാൻ പാഠവുമുള്ള 70 പേരെ തിരഞ്ഞെടുക്കുക. അവരെ സമാഗമ കൂടാരത്തിന്റെ ചുറ്റും നിർത്തുക. മോശ അപ്രകാരം ചെയ്തു. ദൈവം മോശയോട് സംസാരിച്ചു എന്ന വചനം പറയുന്നത്. ദൈവം മോശയോട് സംസാരിച്ചു, നിന്റെ മേലുള്ള ചൈതന്യത്തിന്റെ ഒരു ഭാഗം അതെടുത്ത് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോഴും മോശയില് 99% ആത്മാവിന്റെ ചൈതന്യം, ആത്മാവിന്റെ കരുത്ത്, ആത്മാവിന്റെ കൃപകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ മോശ അനുസരിച്ചു. ദൈവമായ കർത്താവ് ഇറങ്ങി വന്നു. മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിന്റെ ഒരു ഭാഗമെടുത്ത് 70 പേരുടെ മേൽ പകർന്നു. സെഹിയോൻ മാളികയില് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ശിഷ്യ സമൂഹത്തിന്റെ മേൽ ദൈവം അഗ്നിനാവായിട്ട് ആത്മാവിനെ പകർന്നു. അവിടെ കൃപ നിറഞ്ഞ പരിശുദ്ധ മറിയമുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നു, ആത്മാവിന്റെ നിറവുള്ള അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകനായ മോശയുടെ മേലുള്ള ചൈതന്യമാണ് എടുക്കുന്നത്. 70 പേരുടെ മേൽ പകരപ്പെട്ടു. അവരെല്ലാവരും പ്രവചിക്കുവാൻ തുടങ്ങി. അവരെല്ലാം ആത്മാവിന്റെ നിറവുള്ളവരായി തീർന്നു, പ്രവചിക്കുവാൻ തുടങ്ങി. സെഹിയോൻ മാളികയില് ആത്മാവിന്റെ തീ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പ്രവചിക്കാൻ തുടങ്ങി. ഭാഷണവരമനുസരിച്ച് വ്യത്യസ്തമായ ഭാഷകളിൽ അവര് സംസാരിക്കുവാൻ തുടങ്ങി. പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ ആത്മാവിന്റെ നിറവുള്ള അതിശക്തമായ അഭിഷേകത്തിന്റെ ഉടമകളായിട്ട് അപ്പസ്തോലന്മാരും 120-ലധികം ശിഷ്യന്മാരും ആയിട്ട് മാറുന്ന കാഴ്ച സെഹിയോൻ മാളികയിൽ നമ്മൾ കാണുകയാണ്. മോശയുടെ മേലുള്ള ചൈതന്യം എടുത്തു പകർന്നപ്പോൾ അവർ പ്രവചിക്കാൻ തുടങ്ങി. അവർ ശക്തരായിട്ട് മാറി. അവർ ആത്മനിറവുള്ള വ്യക്തികളായിട്ട് മാറി. ഈ സംഭവം നടക്കുമ്പോൾ ഇതാ കൂടാരത്തിന്റെ ഉള്ളിലായിരുന്ന എൽദാദ്, മെദാദ് എന്ന 2 വ്യക്തികള്, 2 യുവാക്കന്മാര് പ്രവചിക്കുവാൻ തുടങ്ങി. ഈ 70 ശ്രേഷ്ഠന്മാരുടെ മേൽ ആത്മാവിനെ പകർന്ന കൂടെ കൂടാരത്തിന്റെ ഉള്ളിലായിരുന്ന 2 പേരുടെ മേൽ കൂടി ആത്മാവിനെ പകരപ്പെടുന്ന ഒരു അപൂർവമായ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. ഒരു യുവാവ് ഓടി വന്നിട്ട് പറയുന്നു, ഇതാ എൽദാദും മെദാദും കൂടാരത്തിൽ നിന്ന് പ്രവചിക്കുന്നു. ഇത് കേട്ട മോശയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ജോഷുവ പറയുന്നു, അവരെ വിലക്കുക, അവരെ പ്രവചിക്കണ്ട, അവരെ വിലക്കാൻ പറയുക. അപ്പോൾ മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിപ്രകാരമാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് എൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടെ മോശയുടെ ഹൃദയത്തിലുള്ള വലിയ ഒരു ആഗ്രഹമാണ് പറയുന്നത്. ദൈവത്തിന്റെ ജനം മുഴുവൻ
ആത്മാവിനാൽ നിറഞ്ഞ് പ്രവാചകന്മാരായിട്ട് മാറണം. ദൈവിക രഹസ്യങ്ങൾ, ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആത്മനിറവുള്ള വ്യക്തികളായി എല്ലാവരും മാറണം. ഇതാണ് മോശയുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ജോഷുവ പറയുന്നു, അവരെ വിലക്കുക. വലിയ പ്രവാചകനായ മോശ പറയുന്നു, പാടില്ല, എല്ലാവരും പ്രവചിക്കുന്നവരായിട്ട് മാറണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നവരും ദർശനങ്ങൾ പങ്കുവെക്കുന്നവരും വെളിപാടുകൾ പറയുന്നവരും അന്യഭാഷകൾ സംസാരിക്കുന്നവരും അസാധാരണമായ ദൈവിക ജ്ഞാനമുള്ളവരും വചനത്തിന്റെ സാക്ഷികൾ ആയിട്ട് മാറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം നമുക്ക് ഉൾക്കൊള്ളാം. ഈ ദാഹം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം, ദൈവാത്മാവ് തരുന്ന കൃപാവരങ്ങൾ, ഇത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഏറ്റുവാങ്ങണം. സഭ ഉണരണം. ഓരോ വിശ്വാസിയും പ്രവാചകന്റെ ദൗത്യത്തിലേക്ക് വരണം. പ്രവാചകത്വത്തിന്റെ ആത്മാഭിഷേകം പ്രാപിക്കണം. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ മടി കൂടാതെ, മടുപ്പ് കൂടാതെ, അലസത കൂടാതെ ആര് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം, പ്രവചനത്തിന്റെയും വെളിപാടിന്റെയും ഒക്കെ ആത്മാവിനെ ദൈവം പകരാനായിട്ട് പോവുക. മടുക്കാതെ കാത്തിരുന്നുള്ള പ്രാർത്ഥന, അഭിഷേകം പ്രാപിക്കുവാൻ അത് മാത്രമേ വഴിയുള്ളൂ. അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ മാറുകയാണ്. ആത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവുമായിട്ട് വളരെയേറെ താതാത്മ്യപ്പെടുകയാണ്. വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും എളിമയുടെ ഒക്കെ വ്യക്തികളായിട്ട് നമ്മളെ മാറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ആത്മാഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നീ ധീരനായിട്ട് മാറും, ശക്തനായിട്ട് മാറും. എവിടെയും യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവമെന്ന്, എൻ്റെ രക്ഷകൻ എന്ന് പറയാനുള്ള ചങ്കുറപ്പ് നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമാണ്. വിലയുള്ളത് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വില കൊടുക്കുന്നവരായിട്ട് മാറണം. കാത്തിരിക്കാം. ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ വിശ്വാസ സമൂഹം ഉണരട്ടെ. അഭിഷേകത്തിന്റെ വില വിശ്വാസികൾ മനസ്സിലാക്കണം. ഈ ലോകത്തില് എന്തൊക്കെ നേടിയാലും അതിൻ്റെ ഒപ്പമാവില്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓരോ വിശ്വാസിയും തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ആത്മാഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറണം. ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുന്നവരായിട്ട് മാറണം. നമ്മുടെ സഭയിൽ ഒരു പുതിയ അഭിഷേകത്തിൻ്റെ തുറവി, ദൈവജനം മുഴുവൻ പ്രവചിക്കുന്നവരും ദർശനങ്ങളും വെളിപാടുകളും സ്വർഗീയ സന്ദേശങ്ങളും ഒക്കെ ലഭിക്കുന്നവരായിട്ട് മാറുക. അപ്പസ്തോലന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ അവരെ കണ്ടവർ പറഞ്ഞു, ഇതാ ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു. ആത്മാഭിഷേകം നിറഞ്ഞ്, പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ്, പരിശുദ്ധാത്മ തീ നിറഞ്ഞ വ്യക്തികളായിട്ട് നമുക്ക് മാറാം. നമ്മൾ പെന്തക്കോസ്തായിക്ക് വേണ്ടി ദാഹത്തോടെയുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരുങ്ങാം, വില കൊടുത്തൊരുങ്ങാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹപൂർവം ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിക്കാം. ആത്മാവേ, ഞങ്ങളുടെ മേൽ ആവസിക്കണമേ. സഭയിൽ പുതിയ ഒരു ഉണർവിൻ്റെ അഭിഷേകം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ജ്വലിക്കാം. സിഹിയോൻ മാളികയിൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ തീ നമ്മുടെ മേൽ ഇറങ്ങട്ടെ. സിഹിയോൻ മാളികയെ ഇളക്കി മറിച്ച ആത്മാവിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ് ജ്വലിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. സഭ ഉണരണം, വിശ്വാസികൾ ഉണരണം. സാത്താന്റെ കോട്ടകൾ തകർക്കപ്പെടണം.
ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ അതിശക്തമായ ആത്മാവിൻ്റെ നിറവിലാകുവാൻ നമുക്ക് ദാഹിക്കാം. അതിനുള്ള കൃപയും ശക്തിയും അഭിഷേകവും ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആത്മാവിൻ്റെ വലിയ അഭിഷേകം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. വീണ്ടും പെന്തക്കുസ്ത. വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഭയുടെ എല്ലാ മേഖലയിലും ആവശ്യമാണ്. സഭയുടെ എല്ലാ തലങ്ങളെയും നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ആദിമസഭയിൽ പരിശുദ്ധാത്മാവാണ് എല്ലാറ്റിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നത്. ബദർ സാബുവിലൂടെ നമ്മൾ വചനം കേട്ടു, നമ്മൾ തുറന്ന് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങിയാണ്. ഈ ആരാധനയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയാണെങ്കിലും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന നല്ലതാണ്: കർത്താവെ, സഭയുടെ അടുക്കള മുതൽ അൾത്താര വരെയുള്ള എല്ലാ മേഖലയുടെയും വാതിലുകൾ പരിശുദ്ധാത്മാവെ അങ്ങേയ്ക്കായി ഞാൻ തുറന്നിടുന്നു. നിൻ്റെ കുടുംബത്തിൻ്റെ വാതിൽ തുറന്നിടുന്നു. ഞങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മേഖലയിൽ, സഭയുടെ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകുവാൻ നമുക്കൊരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം, ആരാധിക്കാം, അഭിഷേകം സ്വീകരിക്കാം. കൈകളെല്ലാം ഉയർത്തി ദിവ്യകാരുണ്യനാഥനെ കാണുക. സകല ലോകത്തിലെയും സകലത്തിലെ സൃഷ്ടാവായ ദൈവം, സകല മർത്തരുടെയും ഏകരക്ഷകനായ യേശു ക്രിസ്തു, അവനിപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായി നിരന്തരം വസിക്കുന്നു. ആ ദൈവത്തെ ഒരുമിച്ച് സകല മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും എല്ലാവരോടും ചേർന്ന് ഒന്നിച്ച് ഉച്ചത്തിൽ പാടി ആരാധിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലെ കൈകൾ കോർത്ത് പിടിക്കുക. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ, നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ അകലെയായിരിക്കുന്നവരെയും എല്ലാം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈരടി പാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതും നമുക്ക് ദൈവദാനമായി നൽകിയ സമ്പത്ത്, ആയുസ്, ആരോഗ്യം എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പെന്തക്കോസ്ത ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, രൂപതയിലെല്ലാം സംഭവിക്കുക. പരിശുദ്ധാത്മാവേ, ഇതാ ഞാനും എൻ്റെ കുടുംബവും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും, ഞങ്ങളായിരിക്കുന്ന ഈ സമൂഹം ഒത്തൊരുമിച്ച്, യേശുവേ, ഏഴ് വിളക്കിന് മധ്യത്തിൽ വസിക്കുന്ന ദൈവമേ, ഇതാ ഒരിക്കൽ കൂടി ഈരടി പാടി ഉച്ചത്തിൽ നമുക്ക് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനായി മാനത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ.
ആരാധനയ്ക്കും യോഗ്യനേശുവേ. ആരാധന പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധന. വീണ്ടും പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരോടും ചേർന്ന്. ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കൈകോർത്ത് പിടിച്ച് പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തായ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ മാത്രമേ നമ്മളെ എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. അഭിഷേകമാണ് ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് തരുന്നത്. അഭിഷേകമാണ് സ്വർഗത്തിലെ ദുഃഖം ഏറ്റെടുക്കുവാനും സ്വർഗത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാനും വരുന്നത്. ആ അഭിഷേകത്തിന് വേണ്ടി നിങ്ങളെവിടെയാണെങ്കിലും വീണ്ടും ഒരു പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ പെന്തക്കോസ്ത അനുഭവം എവിടെയാണെങ്കിലും ലഭിക്കുവാൻ നമുക്ക് റൂഹായെ വിളിക്കാം. കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് നിങ്ങളുടെ കുടുംബത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾ നിലവിളിച്ച് റൂഹ, അതേ പരിശുദ്ധ റൂഹ നമ്മുടെ മേൽ ആവസിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹൃദയം തുറന്ന് ഉച്ചത്തിൽ നമുക്ക് വിളിക്കാം. ഇനി സ്വസ്ഥമായിട്ട് നമ്മുടെ ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കാൻ നമുക്ക് കൈകൾ സാധിക്കുമെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോയെ, എനിക്ക് അങ്ങയുടെ ഒരു മാതൃത്വം എനിക്ക് തരണം. പരിശുദ്ധാത്മാവേ, എന്നെ വീണ്ടും ജനിപ്പിക്കണം. പരിശുദ്ധാത്മാവേ, എനിക്ക് വീണ്ടും ജനിച്ച് അങ്ങയുടെ ദൈവത്തിൻ്റെ മാതൃത്വം, സ്വർഗത്തിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി സ്വീകരിക്കുവാൻ, സഭയെ സ്നേഹിക്കുവാൻ, ജീവിതം അർപ്പിക്കുവാൻ, വിലയുള്ള ആത്മാവിനെ നേടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പൗലോസ്ലീഹായെ പോലെ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഈറ്റുനോവ് അനുഭവിച്ച് പ്രാർത്ഥിക്കുക. സാമുവലിൻ്റെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ദാവീദ് ഉദയം ചെയ്യാൻ കാരണമായത്. അതുപോലെ വേദനിച്ച് പ്രാർത്ഥിക്കുവാൻ നെഹമ്യ പ്രാർത്ഥിച്ചു. ആരും പറഞ്ഞിട്ടല്ല, ദൈവസ്വരം നേരിട്ട് വന്ന് മാലാഖ പറഞ്ഞില്ല, മറിച്ച് ജനത്തിൻ്റെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് ഉപവസിച്ച് ദിവസങ്ങളോട് ഉപവസിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു. അവിടുന്ന് ദൈവം ദർശനങ്ങൾ കൊടുത്ത് ശക്തമായ മിഷൻ അങ്ങനെ ദേവാലയം, ജെറുസലേം ദേവാലയം പണിയുവാൻ പുറപ്പെട്ടു. ജോലി രാജിവെച്ച് ഈ വീണ്ടും പെന്തക്കോസ്തായിൽ ഒരു വലിയൊരു സമർപ്പണം നമ്മുടെ ഭാഗത്തുണ്ടാകട്ടെ. കർത്താവേ, എൻ്റെ സമ്പത്ത് സമർപ്പിക്കുവാൻ, ആരോഗ്യം സമർപ്പിക്കുവാൻ, മിച്ചമുള്ള ജീവിതം സമർപ്പിക്കുവാൻ, എനിക്കിഷ്ടമുള്ളപ്പോഴല്ല സുവിശേഷ വേല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സമയത്താണ് പ്രവർത്തിക്കേണ്ടത്. സുവിശേഷത്തിൽ ജീവിക്കാൻ ഒരു ആവേശവും സുവിശേഷം കൊടുക്കുവാൻ ഒരു തീക്ഷ്ണതയെല്ലാം ഉണ്ടാകുവാൻ ദൈവമേ, എനിക്ക് സഭയെ സ്നേഹിക്കുവാൻ, സ്വന്തമായി ഉൾക്കൊള്ളുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറകണ്ടകളോടെ അമ്മേ സഭയാണ് അമ്മേന്ന് പാടുമ്പോൾ സഭയുടെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിൽ എവിടെയെല്ലാം വേദനയുണ്ടോ, തകർക്കപ്പെടുന്നുണ്ടോ, പിച്ചു ചീന്തപ്പെടുന്നുണ്ടോ, അതെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നത് ഹൃദയം എനിക്ക് തന്ന് എല്ലാ മേഖലയിലും ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെല്ലാം അടച്ച് തീക്ഷ്ണതയോടെ പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു മാതൃത്വം അവർക്ക് ലഭിക്കട്ടെ. അമ്മേ സഭയാമമ്മേ, നീ നിന്നനമേൽക്കുമ്പോ എൻ ചന്തു പിതയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്നനമേൽക്കുമ്പോ എൻ ചന്തു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ
കാവനാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാവനാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുന്നു, എൻ ചങ്കു പിടയ്ക്കുന്നു. യേശുവേ, ഒരു മാതൃത്വത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. യേശുവേ, പത്രോസാകും പാറമേ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. പത്രോസാകും പാറമേ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. സാർവത്രികവും സ്നേഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാനന്ദയായി നിൽക്കും തിരുസഭ മാതാവേ. സാർവത്രികവും സ്നേഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാനന്ദയായി നിൽക്കും തിരുസഭ മാതാവേ. കൈകൾ നീട്ടി പിടിച്ച് അമ്മേ 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 സഭയാമമ്മേ, എല്ലാവരും ചേർന്ന് നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കർത്താവേ, കറയില്ലാത്ത സഭയെ സ്നേഹിക്കുവാൻ, കർത്താവേ സഭയെ സ്നേഹിക്കുവാൻ ഒരു വലിയൊരു ഹൃദയം തരണമേ. പുതിയ വ്യക്തിയാക്കി ഞങ്ങളെ മാറ്റണമേ. കറയില്ലാത്തൊരു കുഞ്ഞാടി രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം. കറയില്ലാത്തൊരു കുഞ്ഞാടി രക്തത്തിൻ വിലയാണു സഭ. ആ സഭയുടെ മകളായി ജനിക്കുവാൻ കൃപ നേടിയതാണ് സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാൻ ആദി മുതൽക്കെന്നതുപോലെ സഭയെ നയിക്കണയാത്മാവേ. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിടാൻ ആദി മുതൽക്കെന്നതുപോലെന്നും സഭയെ നയിക്കണയാത്മാവേ. അമ്മേ 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 സഭയാമമ്മേ, എല്ലാവരും ചേർന്ന് നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലായി എന്നെ മാറ്റണമേ. അമ്മേ കൈകൾ രണ്ട് നീട്ടി പിടിച്ചോട് അമ്മേ സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. കൈകൾ രണ്ടും നിങ്ങളുടെ ശിരസിൽ വെക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് മുറിപ്പെടുത്തണമേ. തിരുസഭയെ ഒന്ന് സ്നേഹിക്കുവാൻ, സഭയെ സ്നേഹിച്ച് സഭയുടെ നല്ലൊരു പടയാളിയായി തീരുവാൻ, സഭയെ പണിതുയർത്തുവാൻ, ലോകം മുഴുവൻ ഒരു പുതിയ പെന്തക്കോസ്തായിക്ക് തുടക്കമിട്ട് പ്രാർത്ഥിക്കുവാൻ, സാമുവേൽ പ്രാർത്ഥിച്ചതുപോലെ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവേ
സ്വർഗത്തിൻ്റെ വേദന എൻ്റെ വേദന, സ്വർഗത്തിൻ്റെ വേദന എൻ്റെ വേദന, ആ വേദനയിൽ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മ ലോകത്തെവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ട് അവിടെയെല്ലാം വാവിട്ട് കരയുകയാണ്. സ്വർഗത്തിൻ്റെ വേദനയാണ് പങ്കുവെക്കുന്നത്, സ്വർഗത്തിൻ്റെ വേദനയാണ്. ആ വേദനയുടെ അഭിഷേകം ഈ വീണ്ടും പെന്തക്കോസ്താ തിരുനാളിന് ഒരുക്കമായി എന്നിൽ നിറയുക. ദിവസങ്ങളോളം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ വേദന പകരപ്പെടുക. നിങ്ങൾ ഈ ലോകത്തെവിടെയാണെങ്കിലും നിറകണ്ണുകളോടെ ദീപികാരനാഥനെ നോക്കിക്കൊണ്ട് ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ കണ്ടുകൊണ്ട് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കൈകളെല്ലാം കോർത്ത് പിടിക്കാം. നിങ്ങൾ ഏത് വീട്ടിലാണെങ്കിലും കുടുംബത്തോട് ചേർന്ന് കൈകൾ കോർത്ത് പിടിക്കുക. നിങ്ങളുടെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആദിമസഭയിൽ ആ വീട് നിറഞ്ഞു അതേ അനുഭവം ലഭിക്കുവാൻ ഉച്ചത്തിൽ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ശബ്ദമുയർത്തി ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. വീണ്ടും തമ്പുരാൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഒറ്റയ്ക്ക് കൈ ഉയർത്തിപ്പിടിച്ചു രണ്ട് കരങ്ങളും സഭയിൽ വീണ്ടും ഒരു പുതിയ പെന്തക്കോസ്താ കാണുന്നത് അപ്പസ്തോലർ 4-ലാണ്. സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ സഭയെ മക്കൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. വീണ്ടും സ്ഥലം കുലുങ്ങുന്നു ഒരു പുതിയ പെന്തക്കോസ്താ. അതെ പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ മേഖലയിലും ഒരു വീണ്ടും പെന്തക്കോസ്താ ഉണ്ടാകുക. നിലവിളിച്ച് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. വീണ്ടും കൈകൾ കോർത്ത് പിടിച്ച് സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും അൾത്താര മുതൽ അടുക്കള വരെയുള്ള എല്ലാ മേഖലയും വാതിൽ തുറന്നിടുക. വിശ്വാസത്തിൽ കാണുക. ജനലും വാതിലുകളെല്ലാം തുറന്നിടുന്നു. ഇതാ പരിശുദ്ധാത്മാവ് സ്കൂള്, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, സ്ഥാപനങ്ങൾ, ചെറുതും വലുതുമാടെല്ലാം അടുക്കള മുതൽ അൾത്താര വരെയുള്ള എല്ലാ മേഖലയിലേക്കും ആത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് ആത്മാവെ വരാൻ പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഉച്ചത്തില് ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. വീണ്ടും ഐക്യത്തോടെ ഒരുമിച്ച് വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മൾ കാണുന്നു. പത്രോസ്ലീഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വിജാതിരമേഹ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. അതെ, ഇതുവരെയും യേശുവിനെ സ്വീകരിക്കാത്തവർ, കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ദൈവമേ, ഇത് അനുഭവം ഈ വീണ്ടും പെന്തക്കോസ്താ നാളിൽ യേശുവിനറിയാത്ത സകല ഭാഷക്കാർ, സകല ഗോത്രങ്ങൾ, സകലരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുക. യേശുവേ, ഇതാ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് മാത്രമല്ല സഭയിൽ അംഗങ്ങളായി തീരേണ്ട സകല വിജാതിയരെ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ
പരിശുദ്ധാത്മാവേ നിലവിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകമെമ്പാടും എല്ലാ ക്രിസ്ത്യാനികളെ സമർപ്പിക്കാം, അവരെ പീഡിപ്പിക്കുന്നവരെ സമർപ്പിക്കാം. ആ സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പെന്തക്കോസ്ത തിരുനാളിൽ ഇറങ്ങുവാൻ പ്രിയപ്പെട്ടവരെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടു കൂടി സഭയെ പീഡിപ്പിക്കുന്ന എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും മറ്റെല്ലാ ഗ്രൂപ്പിൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുവാൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുവാൻ. ദൈവമേ ദൈവമേ ആ സമൂഹത്തിന് മേൽ പ്രത്യേകമായിട്ട് ആത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ ഹൃദയം നൊന്ത് നിറവലോടെ പ്രിയപ്പെട്ടവരെ ഉച്ചത്തിൽ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിലവിളി ഉയരട്ടെ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ ഭാഷാവിനെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആ കൈകൾക്ക് അദ്ദേഹത്തോട് ചേർത്ത് പിടിക്കാം. യെശയ്യാ പ്രവാചകന് വലിയ ആത്മീയ ദർശനങ്ങൾ ലഭിച്ചു. അദ്ദേഹം വലിയ സന്തോഷം കൊണ്ട് നിറഞ്ഞ് സ്വർഗത്തിൻ്റെ ദർശനങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് ആഴമായ പാപബോധം ലഭിച്ചു, പശ്ചാത്താപം ലഭിച്ചു. നിറകണ്ണുകളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അശുദ്ധനായ മനുഷ്യൻ, അശുദ്ധരുടെ മധ്യത്തിലാണ് വസിക്കുന്നത്. ആ അനുതാപം കേട്ട് ഈശോ അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് തീക്കനലെടുത്ത് നാവിൽ വെച്ച് വിശുദ്ധീകരിച്ചു. അദ്ദേഹം അവിടെ കൊണ്ട് നിന്നില്ല. ഈശോ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ആരെയാണ് അയക്കുക? ആരാണ് എനിക്കായി പോകുക? നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. നിറകണ്ണുകളോടെ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. പരിശുദ്ധാത്മാവ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകണം. കണ്ണുകളെല്ലാം അടക്കി ഈശോ ചോദിക്കുന്നു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്കായി പോകുക? ഈശോയെ, സഭയെ പീഡിപ്പിക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരെ, തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്കായി പോകുക? അതേ ഈശോ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു. വീണ്ടും പെന്തക്കോസ്തായ്ക്ക് വേണ്ടി കൊട്ടി പാടിയും പ്രാർത്ഥിച്ചും കാത്തിരിക്കാൻ നിങ്ങളോട് ചോദിക്കുന്നു. എൻ്റെ ഭാരതത്തെ നേടുവാൻ, എൻ്റെ ലോകത്തെ നേടുവാൻ, 7 വൻകരകളെ നേടുവാൻ ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്കായി പോകുക? ഈ ഉത്തരം കൊടുക്കുക. കഥാവേ, എന്നെ അയച്ചാലും എന്ന് മനസ്സിൽ പറയാം. ഒരുപക്ഷെ എനിക്ക് പ്രായമുള്ളത് കൊണ്ട്, വീട്ടിൽ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് വീടിട്ടിട്ട് പോകാൻ പറ്റത്തില്ലായിരിക്കാം. എങ്കിൽ നിൻ്റെ പ്രാർത്ഥന കൊണ്ട് നിനക്ക് പോകാൻ പറ്റും. നിൻ്റെ സമ്പത്ത് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലോകത്തെ സുവിശേഷവൽക്കരിക്കുക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തായുടെ യഥാർത്ഥ അഭിഷേകം. യഥാർത്ഥ അഭിഷേകം അവിടെയാണ്. കൈകൃതത്തോട് ചേർത്ത് പിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നു. നമുക്ക് അനുഭവം കിട്ടിയാൽ മറ്റുള്ളവർക്ക് എന്താണ് ഗുണം? അതുകൊണ്ട് ഈ വീണ്ടും പെന്തക്കോസ്തായിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സമർപ്പിക്കുക, നിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയെ സമർപ്പിക്കുക, നിങ്ങളായിരിക്കുന്ന സമൂഹത്തെ സമർപ്പിക്കുക. കർത്താവേ, അവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ദേശങ്ങളിലേക്ക്, ഭാഷക്കാരിലേക്ക് എന്നെ അയച്ചാലും, പ്രത്യേകിച്ച് സഭയെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് കർത്താവെ ഒരു മിഷണറിയായി എന്നെ അയച്ചാലും സഭയെ ഉണർത്തുവാൻ, റീവാനിസേഷൻ നടത്തുവാൻ, ഭാരതത്തെ നേടുവാൻ, ലോകത്തെ നേടുവാൻ, യേശുവേ നിനക്ക് വേണ്ടി നേടുവാൻ, നിന്റെ 2ാം വരവിന് മുമ്പായി സകലരും യേശുവിനെ മുന്നിൽ മുട്ടുമടക്കുക. യേശുവിനെ ഏറ്റു പറഞ്ഞ് കർത്താവെ സഭയെ മുഴുവൻ നേടുവാൻ ഞങ്ങളെ അയക്കണമേ.
ഞങ്ങൾ എന്നെ അയക്കണമേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിറകണ്ണുകളോടെ യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. അവൻ അനുകമ്പ തോന്നിയിട്ട് പറഞ്ഞു, വെള്ളമധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, എന്നെ അയച്ചാലും. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കണമേ. ഈശോതൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കണമേ. ഈശോതൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. എല്ലാ ജലത്തിൻ്റെയും ഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, എന്നെ അയച്ചാലും. ദേശങ്ങൾ ഗോത്രങ്ങൾ അന്ധവിശ്വാസത്തിൽ കഴിയുന്നവർ. ദേശങ്ങൾ ഗോത്രങ്ങൾ അന്ധവിശ്വാസത്തിൽ കഴിയുന്നവർ നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ രക്ഷകനീശോയെ സ്വീകരിക്കാം. നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ രക്ഷകനീശോയെ സ്വീകരിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കണമേ. ഈശോതൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും പ്രാർത്ഥിക്കുക. എന്നെ അയക്കണമേ, എൻ്റെ ഇടവകയിലേക്ക് അയക്കണമേ. യേശുവേ, സത്യസഭയ്ക്കായി നിലകൊള്ളുവാൻ യേശുനാവായി തീർന്നിടുവാൻ. സത്യസഭയ്ക്കായി നിലകൊള്ളുവാൻ യേശുനാവായി തീർന്നിടുവാൻ. ശത്രുവിൻ മുൻപിൽ നിൽക്കേണ്ടി വന്നാലും ധീരതയോടെ പോരാടിടുവാൻ. ശത്രുവിൻ മുൻപിൽ നിൽക്കേണ്ടി വന്നാലും ധീരതയോടെ പോരാടിടുവാൻ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കണമേ. ഈശോതൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കണമേ. ഈശോതൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. ശംഖുപൊട്ടി ഉച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കണമേ. ഈശോതൻ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ.
കച്ചവട ജീവനം സുവിശേഷ വയലിലേക്ക് കൊടുത്തുകൊണ്ട് സമ്പത്ത്, ആരോഗ്യം, ആയുസ്, ആരോഗ്യം എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാ കഴിവുകളെയും സുവിശേഷ വയലിലേക്ക് വലിച്ചെറിഞ്ഞ് ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഒരു മനുഷ്യരെയാട് ഇവരെ അയക്കണമേ. അനേകരെ നേടുവാൻ, 7 വൻകരകളെ നേടുവാൻ, ആഫ്രിക്കയെ നേടുവാൻ, അമേരിക്കയെ നേടുവാൻ, യൂറോപ്പിനെ നേടുവാൻ, ഏഷ്യയെ നേടുവാൻ, ഓസ്ട്രേലിയ നേടുവാൻ, ഭാരതത്തെ നേടുവാൻ, ഭാരതത്തെ നേടുവാൻ. ഞങ്ങളെ അയച്ചാലും, ഞങ്ങളെ അയച്ചാലും, ഞങ്ങളെ അയച്ചാലും, ഞങ്ങളെ അയച്ചാലും. നമുക്കെല്ലാവർക്കും മുട്ടുമേ നിൽക്കാം, കൈകൾക്ക് ദേഹത്തോട് ചേർത്ത് പിടിക്കാം. ഈശോ പ്രാർത്ഥിച്ചു ഇപ്രകാരം. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം വീണ്ടും യോഹന്നാൻ 17 നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിച്ചു, അവരിലൂടെ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് മിഷനിലേക്കാണോ നിങ്ങൾ പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വീണ്ടും പെന്തക്കോസ്തായിൽ നിങ്ങൾ അയക്കുന്നത്, ആ മിഷനിലുള്ള, നോർത്ത് ഇന്ത്യയിലുള്ള, വിദേശം എവിടെയാണോ നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുന്നത്, ഒരുപക്ഷെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കായിരിക്കാം, ആ മേഖലയുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവികാരനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടെ നീ അനുഗ്രഹം വാങ്ങി നീ ഇവിടുന്ന് പോവുകയാണ്. ഇതാ എന്നെ അയച്ചാലും ആ ലഘുവോട്, ആ ബോധ്യത്തോടെ യേശയ്യ പറഞ്ഞതുപോലെ ഇതാ എന്നെ അയച്ചാലും എൻ്റെ ഉള്ളിലുള്ള എല്ലാവരെയും ഹൃദയത്തിൽ കണ്ടുകൊണ്ട് കണ്ണുകൾ തുറന്ന് അൾത്താരയിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിഷേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷേകം കൃപാവരങ്ങൾ സ്വീകരിച്ച ഏഴ് വൻകരകൾ യേശുവിനെ അറിയട്ടെ. ആരാധന യേശുവേ. ഏഴ് വൻകരകളിലേക്ക് അയക്കപ്പെടട്ടെ. വീണ്ടും പെന്തക്കോസ്ത, വീണ്ടും പെന്തക്കോസ്ത. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തെ സുവിശേഷവരിക്കുവാൻ ഞങ്ങളെ അയക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പെന്തക്കോസ്ത, വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, നാം ചോദിക്കുന്നതിലും ഉപരിയായി അവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് സഭയുടെ എല്ലാ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഒരു ദിവസത്തേക്കാൾ നിർത്തരുത്, നിരന്തരം പ്രാർത്ഥിക്കണം. സഭയുടെ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിറവ് ഉണ്ടാകുവാൻ. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ കണക്കുകൾ സൂക്ഷിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ സ്വർഗം കാത്തിരിക്കുന്ന രാത്രിയാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായി ഉറപ്പാണ് പ്രാർത്ഥന കേൾക്കും. ഈ ലോകത്തിൽ അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ജീസസ്. നാളെ നൈറ്റ് വിജിൽ ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാം. ഒമ്പതാം ദിവസം നമ്മൾക്കായിട്ട് വചനം പങ്കുവെക്കുന്നത് ഫാദർ ഡൊമിനിക് വളവനാലും പ്രാർത്ഥന നടത്തുന്നത് സേവ്യക്കാൻ വട്ടായിലച്ചനുമാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ദാസിയാകണം, ദൈവത്തിൻ്റെ ദാസനാകണം, ദൈവത്തിൻ്റെതായിട്ട് കംപ്ലീറ്റ് അല്ലേ. ഒരു ദാസൻ എന്ന് പറയുമ്പോൾ യജമാനൻ്റെതാണ്, വേറെ ആടേതുമല്ല. അപ്പൊ അങ്ങനെ നീ ഈശോയുടേത് മാത്രമാകുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിനക്ക് ലഭിക്കുക.
നഷ്ടപ്പെടുന്ന ആത്മാക്കൾ ഒരുപാട് കോടാനുകോടി നഷ്ടപ്പെടുന്ന ആത്മാക്കളുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ഈശോ നമ്മൾ ഓരോരുത്തരെ ആക്കിയിരിക്കുന്നത്. അതിനുള്ള ധൈര്യവും കൃപയാണ് എനിക്ക് വേണ്ടത്. കൃഷ്ണ